ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ പുതിയ വീടിൻ്റെ കുറ്റിയടിയാണ്. അപ്പോൾ ഞാനും നീലും അമ്മ എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം എല്ലാവരും എത്തിയിരുന്നേ. നമുക്ക് 8 മണി തൊട്ട് 9 മണി വരെ ആയിരുന്നു കേട്ടോ നമുക്ക് അവിടുത്തെ ഒരു പൂജയുടെ ഒക്കെ ഒരു ടൈം. അപ്പോൾ കറക്റ്റ് 8 മണി ആയപ്പോഴേക്ക് പൂജാരി വന്നു കേട്ടോ. പൂജാരി അല്ല, നമ്മുടെ ഈ കുറ്റിയടിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അപ്പോൾ ആ ആൾ കറക്റ്റ് 8 മണി ആയപ്പോഴേക്ക് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം. ഇതാട്ടോ നമുക്ക് പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ. വാഴയിലുണ്ട്, നിലവിളക്കുണ്ട്, ചന്ദനത്തിരി, നെല്ല്, അരി, പഴം, ചെറുപ്പഴം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കറക്റ്റ് 8 മണി തന്നെ ആയപ്പോഴേക്കും നമ്മൾ പൂജ തുടങ്ങാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ഒട്ടും ടൈമിങ്ങിന് ലാഗ് കൊടുക്കാതെ തന്നെ അവർ ആ വിളക്കിന് തിരി കൊളുത്തിട്ടോ. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും ആയിരുന്നു കേട്ടോ. അവർ ആദ്യമൊക്കെ പറയായിരുന്നു, ഇപ്പോഴൊന്നും ഞങ്ങളൊരു വീടിനെ നോക്കുന്നില്ല, കുറേ കാലം അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് നിൽക്കട്ടെ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചേച്ചിമാരൊക്കെ പറയുന്നത്. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ചേച്ചിയാണ് കേട്ടോ. ഞാനും ഈ ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. തമാശ പറയുമ്പോഴും എന്ത് പറയുമ്പോഴും ഒക്കെ ഈ ചേച്ചി ഞാനും ഭയങ്കര കമ്പനി. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് ആയാലും നമ്മളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ ഞങ്ങളായിട്ട്. ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കേട്ടോ ആ ചേച്ചീനെ ആ ഏട്ടനെയൊക്കെ. പിന്നെ തിരി കൊടുത്തത് ചേച്ചിയുടെ അമ്മയായിരുന്നു കേട്ടോ. ഒരു വീട് പണിത് നമ്മൾ ആ വീട്ടിലേക്ക് കയറുന്നത് വരെ നമ്മൾ എത്രമാത്രം ടെൻഷനും സങ്കടവും അനുഭവിക്കുന്നു എന്നുള്ളത് അത് അനുഭവിച്ച് ഓരോരുത്തർക്കും അറിയാമല്ലേ. അപ്പോൾ അത്രയും ഇവിടെ കൂടിയിരിക്കുന്ന അത്രയും പേര് മനമുരുകി പ്രാർത്ഥിക്കുക കേട്ടോ. ഒരു നല്ലൊരു വീട്, ഒരു തട്ടലും മുട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ വീട്ടിൽ കയറിയിരിക്കുക എന്നുള്ളത് നമ്മൾ എത്ര കാലത്തെ സ്വപ്നമല്ലേ. ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെ സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പൂജകളും കാര്യങ്ങളൊക്കെ ഭംഗിയായി അവസാനിച്ചു കേട്ടോ. നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പൂജാരി നമുക്ക് ഈ കുറ്റിയടിയുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു, സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ഗുരുനാഥന്മാരെ സപ്പോർട്ടും കാര്യങ്ങളും ആയിക്കോട്ടെ എല്ലാ കാര്യത്തിനെ പറ്റിയും നമുക്കൊരു എക്സ്പ്ലനേഷൻ അവർ തന്നിരുന്നു കേട്ടോ.
കഴിഞ്ഞതിന് ശേഷം മോർണിംഗിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചായയും കടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൊറാട്ടയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കുട്ടികളൊക്കെ എല്ലാവരും വീട്ടിലെത്തി. ആ ഒരു വെയിലത്ത് നിന്ന് വന്നുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഉള്ളിലെത്തിയപ്പോൾ കളിയും ചിരിയൊക്കെ ആയിട്ട് അവരങ്ങനെ അവരുടെ ലോകത്തേക്ക് മാറി കേട്ടോ. പിന്നെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിരുന്നു കേട്ടോ. നമുക്ക് ഏത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.